നമ്മുടെ ലോകത്തിപ്പോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഒന്ന് ഇറാനും അമേരിക്കയും, രണ്ട് റഷ്യയും അതോടൊപ്പം തന്നെ യുക്രൈനും. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങൾ ഇപ്പോഴൊന്ന് നിർത്തിവച്ചിരിക്കുകയാണ്. പക്ഷെ ഏത് സമയത്ത് വേണമെങ്കിലും റഷ്യ യുക്രൈനെ ആക്രമിക്കാം, അല്ലെങ്കിൽ യുക്രൈൻ തിരിച്ച് റഷ്യ ആക്രമിക്കാം, അങ്ങനെ അമേരിക്ക ഇറാനെ ആക്രമിക്കാം. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള യുദ്ധങ്ങൾ ഇപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നടക്കാം. നിലവിൽ യുക്രൈന്റെ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഹെലികോപ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന മെഷീൻ ഗൺ, അതായത് ഭീമൻ മെഷീൻ ഗൺ ട്രക്കിൽ ഘടിപ്പിച്ച് പരിശീലിക്കുന്നതിനിടെ റഷ്യൻ സൈന്യത്തിന് വലിയൊരു അബദ്ധമാണ് പറ്റിയത്. അതായത് പരിശീലനത്തിനിടെ തോക്കിന്റെ ശക്തമായ സമ്മർദ്ദം താങ്ങാനാകാതെ നിയന്ത്രണം വിട്ട ആയുധം ചുറ്റുമുള്ള സൈനികർക്ക് നേരെ തന്നെ തുരുതുര വെടിവെക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം വ്യാപകമായി തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ ഇപ്പോൾ തരംഗമാവുന്നു. അതായത് റഷ്യൻ സൈനികർ സ്വയം മറ്റുള്ള സൈനികർക്ക് നേരെ വെടിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിലേക്കും ക്രീമിയൻ പെനിസിലിയയിലേക്കുമുള്ള സൈനിക വിതരണ ശൃംഖല തകർക്കാൻ യുക്രൈൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ റഷ്യ പ്രത്യേക മൊബൈൽ ഫയർ യൂണിറ്റുകൾ രൂപീകരിച്ചിരുന്നു. ട്രക്കുകളിലും അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങളിലും ആയുധങ്ങൾ ഘടിപ്പിച്ചു നീങ്ങുന്ന ഡ്രോണുകളെ വെടിവെച്ചിടുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാണ് സാധാരണയായി Mi-24 അറ്റാക്ക് ഹെലികോപ്റ്ററുകളിൽ ഘടിപ്പിക്കുന്ന യാക് ബി 12.7 ഹെവി റോട്ടറി മെഷീൻ ഗൺ സൈനികർ ഒരു ട്രക്കിന് മുകളിൽ സ്ഥാപിച്ചത്. എന്നാൽ ഈ തോക്ക് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിശക്തമായ തള്ളലും കറക്കവും നിയന്ത്രിക്കാൻ ട്രക്കിലെ സ്റ്റാൻഡിന് സാധിച്ചില്ല. സൈനികർ വെടിയുതിർത്ത തൊട്ടടുത്ത നിമിഷം തന്നെ തോക്ക് വന്യമായി കറങ്ങുകയും ഒരാളെ ദൂരേക്ക് ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. അതായത് ട്രാക്കിൽ തന്നെ ഘടിപ്പിച്ച ഒരു മെഷീൻ ഗണ്ണാണ്. അത് വെച്ച് തന്നെ നമുക്ക് എത്ര ബുള്ളറ്റ് വേണമെങ്കിലും അതിൽ നിന്ന് എത്ര വേണമെങ്കിലും വെടിവെക്കാം. അത് ഓട്ടോമാറ്റിക്കലി ഇടത്തോട്ടോ വലത്തോട്ടോ കറക്കുകയോ 360 ഡിഗ്രി കറക്കുകയോ വേണമെങ്കിലും ചെയ്യാം. ആ തോക്കാണ് ഒരു സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ വെടിവെക്കാനും അത് കറങ്ങി തിരിഞ്ഞുകൊണ്ട് വെടിവെക്കാനും ഒക്കെ ഒരു നീക്കമോടെ ഉണ്ടായത്. തുടർന്ന് നിയന്ത്രണമില്ലാതെ 4 പാടും വെടിയുണ്ടകൾ പായുന്നതിനിടയിൽ ട്രക്കിലുണ്ടായിരുന്ന രണ്ടാമത്തെ സൈനികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തലനാടിറക്കി വെടിയുണ്ടകളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയയാൾ ജീവൻ പണയം വെച്ച് ഒടുവിൽ മെഷീൻ ഗൺ പിടിച്ചു കെട്ടുകയായിരുന്നു. സൈനികൻ ട്രിഗർ വലിച്ചതിന് പിന്നാലെ മെഷീൻ ഗൺ പ്രവർത്തിക്കാൻ തുടങ്ങുകയായിരുന്നു. പിന്നാലെ തന്നെ സൈനികൻ മെഷീൻ ഗണ്ണിന് മുകളിൽ പൂർണ്ണമായും നിയന്ത്രണം ആ സൈനികന് നഷ്ടമായി. ഇതിന് പിന്നാലെയാണ് മെഷീൻ ഗൺ 4 പാടും കറങ്ങി വെടി ഉതിർക്കാനായിട്ട് തുടങ്ങിയത്. ട്രിഗർ ചെയ്ത സൈനികൻ മെഷീൻ ഗൺ ഉറപ്പിച്ചു വെച്ച സ്ഥലത്ത് നിന്ന് താഴേക്ക് ചാടിയതോടെ വെടിയുണ്ടകൾ പൂർണ്ണമായും തീരും വരെ കാത്തു നിൽക്കേണ്ട ഒരവസ്ഥയിലായി പരിശീലകനും അതോടൊപ്പം തന്നെ മറ്റ് സൈനികർക്കും. ഒടുവിൽ പരിക്കേൽക്കാതെ മെഷീൻ ഗണ്ണിന്റെ സമീപത്തേക്ക് പരിശീലകൻ എത്തുന്നത് വീഡിയോയിൽ വൈറലായിട്ടുണ്ട്. 2022 ആരംഭിച്ച ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ ഏകദേശം 3,50,000 റഷ്യൻ സൈനികരാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിനിടെ റഷ്യക്ക് നഷ്ടമായതെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധമുഖത്തേക്ക് സൈനികരാവാൻ വലിയ രീതിയിലുള്ള ഓഫറുകളാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി റഷ്യയിൽ നിന്നുള്ള ഏത് യുവാക്കൾക്കും റഷ്യൻ സൈന്യത്തിലേക്ക് കടന്നു വരാം, നിങ്ങൾക്ക് സൈനികരാകാം. അതിൽ റഷ്യ വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓഫർ എന്ന് പറഞ്ഞാൽ മെയ് 1 മുതൽ സൈന്യത്തിൽ ചേരുന്നവരുടെ കടം പൂർണ്ണമായി എഴുതി തള്ളുന്നതടക്കമുള്ള വലിയൊരു ഓഫറുകളാണ് റഷ്യൻ സർക്കാർ യുവാക്കൾക്ക് ആയി മുന്നിൽ വച്ചിട്ടുള്ളത്. എന്നാലും യുദ്ധമുഖത്തേക്ക് വേണ്ട വേഗതയിൽ സൈനികരെ എത്തിക്കാൻ റഷ്യക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ റഷ്യൻ സൈനികർക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ആ ഒരു അവസ്ഥയാണ് നിലവിൽ റഷ്യക്കുള്ളതെന്നാണ് സൈനിക വിദഗ്ധർ അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. സാമ്പത്തിക നാശവും ആൾനാശവും രാജ്യത്തിനെ കൈകാര്യം ചെയ്യുന്നതിന് അപ്പുറമാണെന്നാണ് വിലയിരുത്തലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വിദഗ്ധർ പറയുന്നത് ഈ യുദ്ധം എന്നുള്ളത് ഒരു പരിഹാരമല്ല. നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആൾനാശം ഉണ്ടാകുന്നു, ആയുധങ്ങൾ നഷ്ടമുണ്ടാകുന്നു, ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുന്നു. പട്ടാളത്തിന്റെ ഭാഗത്ത് നിന്നാലും, അതായത് റഷ്യ യുക്രൈൻ തമ്മിൽ ഒരു യുദ്ധം ചെയ്യുമ്പോൾ യുക്രൈൻ സൈന്യത്തിന് ജീവനാശം ഉണ്ടാകുന്നു, റഷ്യൻ സൈന്യത്തിനും അതേപോലെ ജീവനാശം ഉണ്ടാകുന്നു. റഷ്യയ്ക്കും യുക്രൈനും അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ആയുധ നാശങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ ഈ യുദ്ധം കാരണം വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. കൂടാതെ സിവിലിയൻസിന്, നിരപരാധികളായ സാധാരണക്കാർക്കും ഈ യുദ്ധത്തിന്റെ പേരിൽ ജീവൻ നഷ്ടമാകുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം ഒന്ന് നിർത്തിവെച്ചാൽ നന്നായിരിക്കുമെന്നാണ് വിദഗ്ധർ തന്നെ ഇപ്പോൾ റഷ്യക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ്.